ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. ഏറ്റവും ഒരു തിരക്കേറിയ ഓഫീസ് സമയം. ആ ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റ് നിറയെ ആളുകളാണ്. ലിഫ്റ്റിലുണ്ടായിരുന്ന ജനങ്ങൾ ശ്വാസത്തിന് വേണ്ടി വിഷമിക്കുന്നു. എല്ലാവരും വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. ആകെ ഒരു പിരിമുറുക്കത്തിൻ്റെ അന്തരീക്ഷം. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്ന വ്യക്തി ലിഫ്റ്റ് ഗേറ്റ് അടയ്ക്കുവാൻ തുടങ്ങുമ്പോഴാണ് ഒരു യുവതി ലിഫ്റ്റിൽ കയറുവാനായി ഓടിക്കിതച്ച് വരുന്നത് കണ്ടത്. ആകർഷകമായ വ്യക്തിത്വത്തോടുകൂടി ആ പെൺകുട്ടിയെ പുറത്ത് നിർത്തിയിട്ട് പോകുവാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. തീരെ ഇടമില്ലാതിരുന്ന ആ ലിഫ്റ്റിൽ അവൾ കയറിപ്പറ്റി. പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി. ആ പെൺകുട്ടിയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ലിഫ്റ്റിലുള്ളവരുടെ പിരിമുറുക്കം മുറിക്കുവാൻ കാരണമായി. അവളുടെ സംസാരത്തിലും പുഞ്ചിരിയിലും ഉണ്ടായിരുന്ന സൗരഭ്യം ആ ലിഫ്റ്റിലുണ്ടായിരുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകർന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അനുയായികളായിരിക്കുന്ന നാം നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സൗരഭ്യം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളാകുന്നത്. ആ ദൈവമക്കളാകുവാനുള്ള അവകാശവും അനുവാദവും ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കും നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ ഞങ്ങളുടെ വാക്കിലൂടെയും ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെയും കർത്താവിൻ്റെ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.